സൊഫ് ശരിയാക്കുമ്പോൾ എന്തൊക്കെ അതിൽ ശ്രദ്ധിക്കണം? എങ്ങനെയാണ് സൊഫ് ശരിയാക്കൽ പൂർത്തിയാവുക? കേവലം കാലുകൾ കൂട്ടി വെച്ചാൽ സൊഫ് ശരിയാക്കൽ പൂർത്തിയാകുമോ? അതിലെന്തൊക്കെ ഉൾപ്പെടും? ഇതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഒന്നാമതായിക്കൊണ്ട് തസ്വിയത്തുൽ മുഹാദാത്ത്. തസ്വിയത്തുൽ മുഹാദാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും. ആ കുട്ടികളുടെ കാലുകൾ കണ്ടില്ലേ? അതുപോലെ എല്ലാവരുടെയും കാലുകൾ ഒരുപോലെ ശരിയാക്കി നിർത്തണം. ഒരേ ലൈനിൽ എല്ലാവരുടെയും കാലുകൾ വളവില്ലാതെ, ഒരാൾ കുറച്ച് കയറി നിന്ന് ഒരാൾ ഇറങ്ങി നിന്ന്, ആ രൂപത്തിലല്ലാതെ എല്ലാവരും ഒരേ ലൈനിൽ നിൽക്കുന്ന, അതാണ് തസ്വിയത്തുൽ മുഹാദാത്ത് എന്ന് പറഞ്ഞാൽ. അങ്ങനെ നിൽക്കലാണ് സൊഫ് ശരിയാക്കുന്നതിലെ ഒന്നാമത്തെ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അഖീമുസ് സുഫൂഫ, നിങ്ങൾ സൊഫുകൾ ശരിയാക്കണം. വഹാദു ബൈനൽ മനാക്കിബി, നിങ്ങളുടെ ചുമലുകൾ നിങ്ങൾ ശരിയാക്കണം, ചുമലുകൾ ഒപ്പമാക്കണം. അപ്പോൾ ചുമലുകൾ കൂടി ഒപ്പമാക്കി നിങ്ങൾ നിൽക്കണം. വസുദ്ദുൽ ഖലല, നിങ്ങൾ വിടവുകൾ നികത്തണം. വലാ തദ്റു ഫുറുജാത്തിൽ ലിശൈത്വാൻ, ശൈത്വാനിന് വേണ്ടി നിങ്ങൾ വിടവുകൾ ഇട്ട് വെക്കരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. മൻ വസ്വല സൊഫൻ വസ്വലഹുല്ലാ വമൻ ഖത്വഅ സൊഫൻ ഖത്വഅഹുല്ലാ. ആരാണോ സൊഫ് ചേർക്കുന്നത് അവനോട് അള്ളാഹു ചേർക്കും, ആരാണോ സൊഫ് മുറിക്കുന്നത് അവനോട് അള്ളാഹു മുറിക്കും. ഇതെത്ര ഗൗരവം നോക്കി. സൊഫ് മുറിക്കുന്നവൻ അഥവാ സൊഫ് ശരിയാക്കാതെ നിൽക്കുന്നവനോട് അള്ളാഹു മുറിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവനെ അകറ്റി നിർത്തും, അവൻ്റെ റഹ്മത്തിൽ നിന്ന് അവനെ വിദൂരത്താക്കും. എന്നാൽ സൊഫ് ചേർക്കുന്നവർക്ക് അള്ളാഹു അവൻ്റെ റഹ്മത്ത് ചേർത്ത് കൊടുക്കും, അള്ളാഹു അവനുമായുള്ള ബന്ധം ചേർത്ത് കൊടുക്കുമെന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ആദ്യം നമ്മുടെ കാലുകൾ അത് മടമ്പൊപ്പിച്ച് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം.